സമയം ഒട്ടും തികയാതെ വന്നൊരു ദിവസത്തെ കേക്ക് വർക്കാണ് കേട്ടോ. ആദ്യത്തെ രാവിലെ ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അത്തച്ചിയും അമ്മച്ചിയും കൂടി അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവരുടെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച കേക്കായിരുന്നു. രാവിലെ 9 മണിയായപ്പോൾ തന്നെ അത് കൊടുത്തു വിട്ടു കേട്ടോ. അവരങ്ങോട്ട് പോയപ്പം അത് കൊണ്ടുപോയി. പിന്നെ ഉണ്ടായിരുന്ന ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു. അത് 1.5 കിലോ വാനില 2 ടയർ ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഞാൻ ചെയ്ത വെഡ്ഡിങ് കേക്കുകളെല്ലാം റെഡ് ഫ്ലവർ ഇല്ലായിരുന്നു. ബാക്കി കളർ ഉള്ള പീച്ച്, പിങ്ക്, യെല്ലോ അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വെഡ്ഡിങ് കേക്കുകളാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊരാഗ്രഹം റെഡ് കളറുള്ള ഫ്ലവേഴ്സ് വെച്ച് ചെയ്യാൻ. അങ്ങനെ എന്നാൽ ഇന്നത്തെ വെഡ്ഡിങ് കേക്ക് റെഡ് കളറുള്ള ഫ്ലവേഴ്സ് വെച്ചാവട്ടെ എന്നോർത്ത് ഞാനൊരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡാണ് കേട്ടോ ഒരു രണ്ടിൻ്റെയും കവറിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, എന്നാലും ആ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പെട്ടെന്ന് മനസ്സിൽ വന്നതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് ഞാനങ്ങ് കൊടുത്തു. പിന്നെ ഒരു പിയാനോ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ ടൈം മൊത്തം പോയത് ഈ ഒരു പിയാനോ കേക്കിൻ്റെ വർക്കിലാണ്. ഇത് അധികം ദൂരം ട്രാവൽ ചെയ്ത് പോകേണ്ട കേക്കായിരുന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റും ലാസ്റ്റുമായിട്ടുള്ളൊരു ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. പിന്നെ പിയാനോ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 1 kg വാനിലയായിരുന്നു ഫ്ലേവർ. ഇത് കസ്റ്റമർ നമുക്ക് റെഫറൻസ് തന്ന് കംപ്ലീറ്റ് ചെയ്ത വർക്കായിരുന്നു. ഇതിവിടെ തൊട്ടടുത്ത് കൊടുക്കാനുണ്ടായിരുന്നായിരുന്നു കേട്ടോ. പിയാനോയുടെ വർക്ക് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ടാണ് ആൾ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് കേക്ക് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് ഈ വെഡ്ഡിങ് എനിക്ക് കൂടാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ കേക്കും കൊണ്ടാണ് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്